സംസ്ഥാനത്തെ ഡിജിറ്റൽ റീസർവേയിലെ കരാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയിട്ട് മാസങ്ങൾ. അവഗണന പതിവായതോടെ പണിമുടക്കി ജീവനക്കാർ. മഴയും വെയിലും മറന്നുള്ള കഠിനാധ്വാനം, പക്ഷേ ശമ്പളമില്ല. കേരളത്തിലെ ഡിജിറ്റൽ സർവേയിൽ വർക്ക് ചെയ്യുന്ന ഹെൽപ്പർമാരുടെയും ഡ്രൈവർമാരുടെയും സർവേയർമാരുടെയും അവസ്ഥയാണിത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്താണ് സംസ്ഥാനത്ത് ഡിജിറ്റൽ റീസർവേ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 888 കോടി രൂപ അനുവദിച്ച പദ്ധതി 4 വർഷം കൊണ്ട് പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യം. ഇതിനായി കരാർ അടിസ്ഥാനത്തിൽ വില്ലേജ് തലത്തിൽ സർവേയർമാരെയും ഹെൽപ്പർമാരെയും ഡ്രൈവർമാരെയും നിയമിച്ചു. ശമ്പള കാര്യങ്ങൾ തുടക്കത്തിൽ മുടക്കമില്ലാതെ കിട്ടിയെങ്കിലും പിന്നീട് വൈകി തുടങ്ങി. പലപ്പോഴും അത് കിട്ടാതായി. ഇപ്പോൾ ശമ്പള കുടിശ്ശിക 4 മാസമായി. തൃശ്ശൂർ ജില്ലയിൽ മൊത്തമുള്ള എല്ലാ സർവേയർമാരും എല്ലാ CHമാരും എല്ലാ ഡ്രൈവേഴ്സും കൂടിയിട്ടുണ്ടെങ്കിലേ 4 മാസം ശമ്പളങ്ങൾ കിട്ടാത്തത്. അപ്പോൾ ആ കിട്ടാത്ത ഞങ്ങൾ ഇതിന് മുന്നേ ഞങ്ങളൊരു പരാതികളും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻസർ എന്ന നിലയിൽ നമുക്കൊന്നും കിട്ടാത്ത സാഹചര്യത്തിലായ കാരണം നമ്മളിപ്പോൾ എല്ലാവരും കൂടി ഇതിലേക്ക് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. സൂപ്രണ്ട് മുതൽ വകുപ്പ് മന്ത്രിയെ വരെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഈ ജൂൺ മാസത്തിൽ നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോണ സമയമാണ്. അപ്പം നമുക്ക് കുട്ടികൾക്ക് ഒരു പുതിയ സാധനം പോലും മേടിച്ചു കൊടുക്കാം. അവർക്കൊരു കൊട അല്ലെങ്കിൽ ബാഗ്, ബുക്സ് ഇതുവരെ മേടിച്ചു കൊടുക്കാൻ നമ്മൾ കടം മേടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ 1-2 മാസത്തേക്ക് നമുക്ക് കടം മേടിക്കാം. പക്ഷെ നമ്മൾ എത്ര ദിവസത്തേക്ക് കടം മേടിക്കണം എന്ന് നമുക്ക് ഇപ്പോഴും ഒരു ഉറപ്പായിട്ടില്ല. യാതൊരുവിധ പരിരക്ഷയുമില്ലാതെയാണ് സമ്മർദ്ദവും അത്യന്തം കാഠിന്യവും നിറഞ്ഞതുമായ ഇവരുടെ ജോലി. മഴയാണെങ്കിലും അങ്ങനെ ഏത് റേഞ്ച് കാർഡായാലും എന്തായാലും ഞങ്ങൾക്കൊരു പരിരക്ഷയില്ല, ഇൻഷുറൻസ് പരിരക്ഷയില്ല. എന്താ അപകടം സംഭവിച്ചാലും ഞങ്ങളുടെ രീതിയിൽ തന്നെ ചെയ്തു പോകണം. ശമ്പളവും ഇല്ല. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നല്ലോണം ഉണ്ട് ഞങ്ങൾക്ക്. ഇന്ധനവില വർധന ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളിൽ നട്ടം തിരിയുന്ന ഡ്രൈവർമാർക്ക് ശമ്പള മുടക്കം ഇരട്ടി പ്രഹരമായി. 2022 മുതൽ കരാറടിസ്ഥാനത്തിൽ വാഹനം ഓടുന്നവരാണ് ഞങ്ങൾ. ഈ വാഹനങ്ങൾക്ക് 4 മാസമായിട്ട് കൃത്യമായ വാടകയോ ഡീസലിനുള്ള ഫണ്ടോ ഒന്നും തരുന്നില്ല. ഒരു വില്ലേജിലേക്കായിട്ട് നമ്മളെ എടുക്കുക, എന്നിട്ട് 4-5 വില്ലേജുകൾ ഓടാനായിട്ട് അവർ നമ്മളെ നിർബന്ധിക്കുകയാണ്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പീഡനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 8-10 CSമാരും അതേപോലെ തന്നെ ഹെൽപ്പർമാരും കൂടിയിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. എത്ര ചാലുവ പോകണം, ഓരോ ഹൈ റേഞ്ച് ഏരിയയിൽ പോയാൽ അത്ര ഡീസൽ ചിലവും കാര്യങ്ങളും ഇതേമാതിരി പിന്നെ ഇന്ധന വർധനവും എല്ലാതായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത്. നിവർത്തിയില്ലാതായതോടെയാണ് ശമ്പള കുടിശ്ശികയിൽ പരിഹാരം ആവശ്യപ്പെട്ട് ജീവനക്കാർ കളക്ടറേറ്റ് പടിക്കൽ പണിമുടക്കി പ്രതിഷേധിച്ചത്. മേലധികാരികൾ നമുക്ക് ഇവിടുന്ന് ഏപ്രിൽ 10-ാം തീയതി വരെയുള്ള സാലറി തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് യാതൊരു പേപ്പറും മറ്റൊന്നും ആയിട്ടില്ല. ഇനിയെങ്കിലും നടപടിയായില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കിലേക്കും നീങ്ങേണ്ടി വരും. ജീവനക്കാരിൽ ബഹുഭൂരിപക്ഷവും വനിതകളാണ്. ഈ പ്രതിഷേധം കൊണ്ടെങ്കിലും ആവശ്യത്തിന് പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്. ചെയ്യുന്ന ജോലിക്ക് കൂലി, അത്രയേ ഉള്ളൂ ഇവരുടെ ആവശ്യം. അതും മുടങ്ങാതെ കിട്ടുക. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV.